ഹലോ എവ്രി വൺ, വെൽക്കം ടു നാൻ അക്കാദമി. LGS എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 60 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി മുതലായ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരയിലാണ്? എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി മുതലായ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരയിലാണ്? ഉത്തരം ഹിമാദ്രി. ഹിമാദ്രി നിരയിലാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി മുതലായ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി. ഉത്തരം നവകേരള മിഷൻ. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയുമായി സമുദ്രാതിർത്തി മാത്രം പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏത്? ഇന്ത്യയുമായി സമുദ്രാതിർത്തി മാത്രം പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ: ശ്രീലങ്ക, മാൽഡീവ്സ്. മാലിദ്വീപും ശ്രീലങ്കയാണ് ഇന്ത്യയുമായി സമുദ്രാതിർത്തി മാത്രം പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാൽഡീവ്സ്. നാലാമത്തെ ചോദ്യം: ദുർഗേശനന്ദിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ദുർഗേശനന്ദിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശനന്ദിനി എന്ന നോവലിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശനന്ദിനി എന്ന നോവലിൻ്റെ രചയിതാവ്. അഞ്ചാമത്തെ ചോദ്യം: താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം ആരവല്ലി നിരകൾ. താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി നിരകൾ. ആറാമത്തെ ചോദ്യം: കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ. ഉത്തരം താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ. ഓക്കെ. എട്ടാമത്തെ ചോദ്യം: പിരിഡോക്സിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? പിരിഡോക്സിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ? ഉത്തരം വിറ്റാമിൻ B6. പിരിഡോക്സിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B6ൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ഒമ്പതാമത്തെ ചോദ്യം: പക്ഷികളിലൂടെ ഉള്ള പരാഗണം അറിയപ്പെടുന്ന പേര്. പക്ഷികളിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്ന പേര് ഓർണിത്തോഫിലി. പക്ഷികളിലൂടെ ഉള്ള പരാഗണം അറിയപ്പെടുന്ന പേര് ഓർണിത്തോഫിലി. എന്താണ് ഓർണിത്തോഫിലി? പക്ഷികളിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്ന പേരാണ് ഓർണിത്തോഫിലി. പത്താമത്തെ ചോദ്യം: ഏത് കാർഷിക വിളയുടെ സസ്യശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ? ഏത് കാർഷിക വിളയുടെ സസ്യശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ? ഉത്തരം നെല്ല്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഏത് കാർഷിക വിളയുടെ
സസ്യശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ. ഉത്തരം നെല്ല്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. 11ാമത്തെ ചോദ്യം. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 12ാമത്തെ ചോദ്യം. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പ്ലാറ്റാനിസ്റ്റ ഗംഗറ്റിക്ക. ഗംഗാ ഡോൾഫിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ നാഷണൽ അക്വാറ്റിക് അനിമലാണ് ഗംഗാ ഡോൾഫിൻ. എന്താണ് ശാസ്ത്രീയ നാമം? പ്ലാറ്റാനിസ്റ്റ ഗംഗറ്റിക്ക. 13ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത്. ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. 14ാമത്തെ ചോദ്യം. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നത്. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നത് സ്ത്രീശക്തി. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നത് സ്ത്രീശക്തി. 15ാമത്തെ ചോദ്യം. പേൾ ഹാർബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം. പേൾ ഹാർബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഉത്തരം തൂത്തുക്കുടി, തമിഴ്നാട്. പേൾ ഹാർബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ് പേൾ ഹാർബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം. തൂത്തുക്കുടി തുറമുഖം ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? തമിഴ്നാട്. പേൾ ഹാർബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി. 16ാമത്തെ ചോദ്യം. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഉത്തരം 52 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. 17ാമത്തെ ചോദ്യം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. ഉത്തരം ശാസ്താംകോട്ട തടാകം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത്. ഉത്തരം ശാസ്താംകോട്ട തടാകം. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി. ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി. 19ാമത്തെ ചോദ്യം. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹലവണം. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹലവണം ഏതാണ്? സോഡിയം. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹലവണം സോഡിയം. സോഡിയം ചേർക്കുമ്പോൾ മഞ്ഞ നിറം ലഭിക്കുന്നു. ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കുന്നത് സോഡിയം. 20ാമത്തെ ചോദ്യം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ്. ഉത്തരം സി ശങ്കരൻ നായർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആരാണ്? സി ശങ്കരൻ നായർ. 21ാമത്തെ ചോദ്യം. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതെ രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്?
ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി? ഉത്തരം ദേവനാഗരി ലിപി. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ദേവനാഗരി ലിപി. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. 23ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. 24ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം 1757 പ്ലാസി യുദ്ധം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം ഏതാണ്? ഉത്തരം 1757 പ്ലാസി യുദ്ധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി. 26ാമത്തെ ചോദ്യം. വന്ദേ മാതരം ഏത് കൃതിയുടെ ഭാഗമാണ്? വന്ദേ മാതരം ഏത് കൃതിയുടെ ഭാഗമാണ്? ഉത്തരം ആനന്ദമഠം. വന്ദേ മാതരം ഏത് കൃതിയുടെ ഭാഗമാണ്? ആനന്ദമഠം കൃതിയുടെ ഭാഗമാണ് വന്ദേ മാതരം. 27ാമത്തെ ചോദ്യം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകനാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്. 28ാമത്തെ ചോദ്യം. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കർണാടകം. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകത്തിലാണ് കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം കർണാടകം. 29ാമത്തെ ചോദ്യം. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. 30ാമത്തെ ചോദ്യം. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം? ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. 31ാമത്തെ ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. 32ാമത്തെ ചോദ്യം.
ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏത്? ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏത്? ഉത്തരം സത്ലജ് നദി. ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ് ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദി. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത് എൻസൈമാണ് ജനിതക പശ എന്നറിയപ്പെടുന്നത്? ഉത്തരം ലിഗേസ് എൻസൈം. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ലിഗേസ് എൻസൈമാണ് ജനിതക പശ എന്നറിയപ്പെടുന്നത്. ഉത്തരം ലിഗേസ് എൻസൈം. പതിനാലാമത്തെ ചോദ്യം, ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം? ഉത്തരം മംഗൾയാൻ. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? മംഗൾയാൻ. എന്താണ് മംഗൾയാൻ്റെ ധർമ്മം? ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് ഇന്ത്യ ഈ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത്. മംഗൾയാൻ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. മുപ്പത്തഞ്ചാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. ചൂർണി എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മുപ്പത്താറാമത്തെ ചോദ്യം, സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം? സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ആസാം. സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? ആസാമാണ് സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം. മുപ്പത്തിയേഴാമത്തെ ചോദ്യം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം ചാലക്കുടിപ്പുഴ. ഏത് നദിയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം? ഉത്തരം ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മുപ്പത്തെട്ടാമത്തെ ചോദ്യം, പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം ആണ് പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം. അടുത്ത ചോദ്യം, ജാതികുമ്മി രചിച്ചത്? ജാതികുമ്മി രചിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. ആരാണ് ജാതികുമ്മി രചിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതികുമ്മി രചിച്ചത്. നാൽപ്പതാമത്തെ ചോദ്യം, അറബിക്കടലിലെ എത്ര ദ്വീപുകൾ ചേരുന്നതാണ് ലക്ഷദ്വീപ്? അറബിക്കടലിലെ എത്ര ദ്വീപുകൾ ചേരുന്നതാണ് ലക്ഷദ്വീപ്? ഉത്തരം 36 ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏത്? ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം? ഉത്തരം മുംബൈ. ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ്? ഉത്തരം മുംബൈ. 42ാമത്തെ ചോദ്യം, ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പാലുൽപാദനം.
ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. അടുത്ത ചോദ്യം, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. 44-ാമത്തെ ചോദ്യം, ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 45-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം? ഉത്തരം 6. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഒരു ഇന്ത്യൻ സിറ്റിസനുള്ളത്? 6. 46-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 51-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഇന്ത്യയുടെ 51-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഉത്തരം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ 51-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ 51-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 47-ാമത്തെ ചോദ്യം, നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഉത്തരം വിറ്റാമിൻ എ. വിറ്റാമിൻ എ കുറയുന്നത് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഉത്തരം വിറ്റാമിൻ എ. 48-ാമത്തെ ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരി? എലിപ്പനിക്ക് കാരണമായ രോഗകാരി? ഉത്തരം ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. എന്താണ് ബാക്ടീരിയയുടെ പേര്? ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. 49-ാമത്തെ ചോദ്യം, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. ഉയർന്ന രക്തസമ്മർദ്ദം. 9-ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. 51-ാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി. ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. 52-ാമത്തെ ചോദ്യം, ആറ്റത്തിലെ ചാർജില്ലാത്ത കണം? ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ഉത്തരം ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ചാർജില്ലാത്ത കണം. 53-ാമത്തെ ചോദ്യം,
കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ശെന്തുരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ശെന്തുരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഏത് വിറ്റാമിൻ്റെ കുറവാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് വിറ്റാമിൻ്റെ കുറവാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഉത്തരം വിറ്റാമിൻ ഡി. റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. റിക്കറ്റ്സ് എന്ന രോഗത്തിന് ഏത് വിറ്റാമിൻ്റെ കുറവാണ് കാരണം? വിറ്റാമിൻ ഡി. അമ്പത്തഞ്ചാമത്തെ ചോദ്യം, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ഉത്തരം ദൂരം. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരം. അമ്പത്താറാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അമ്പത്തിയേഴാമത്തെ ചോദ്യം, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം എന്താണ്? ഉത്തരം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണം ഏത് പ്രതിഭാസമാണ്? അപവർത്തനാണ് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിനുള്ള കാരണം. അമ്പത്തെട്ടാമത്തെ ചോദ്യം, വേൾഡ് വൈഡ് വെബിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. വേൾഡ് വൈഡ് വെബിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. ഉത്തരം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTTP. വേൾഡ് വൈഡ് വെബിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് വേൾഡ് വൈഡ് വെബിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. അമ്പത്തൊമ്പതാമത്തെ ചോദ്യം, ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഉപകരണത്തെയും തിരിച്ചറിയാനും അവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും വേണ്ടി നൽകിയിട്ടുള്ള സംഖ്യയെ വിളിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഉപകരണത്തെ തിരിച്ചറിയാനും അവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും വേണ്ടി നൽകിയിട്ടുള്ള ഒരു സംഖ്യാശ്രേണിനെ വിളിക്കുന്നത് എന്താണ്? ഉത്തരം IP അഡ്രസ്സ്. എന്താണ് IP അഡ്രസ്സ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഉപകരണത്തെ തിരിച്ചറിയാനും അവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും വേണ്ടി നൽകിയിട്ടുള്ള സംഖ്യയാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അറുപതാമത്തെ ചോദ്യം, വാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം. വാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 60 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.